നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ ബെഡൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡാർക്ക് റൂമിലാണ് ഇട്ടിരിക്കുന്നത്. ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇരുട്ടുള്ള മുറിയൊന്നുമല്ല. നമ്മുടെ ഈ ബെഡ് ഇട്ടിരിക്കുന്ന ഈ മുറിയിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു നെറ്റും കൊണ്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് അതിനകത്താണ് പുതിയ ബെഡൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പുതിയ ബെഡ് 15 ദിവസമാണ് ഈ മുറിയിൽ ഇടുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വെളിയിലേക്ക് മാറ്റുന്നത്. ഇനി നമ്മൾ വെളിയിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ പുതിയ റൂം റെഡിയാക്കിയതിന് ശേഷം അവിടേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഈ ബെഡ് നമ്മൾ 4 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറക്കപ്പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. അറക്കപ്പൊടി ആവി കയറ്റിയപ്പോൾ അതിൻ്റെ വീഡിയോയും അതുപോലെ ബെഡ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബെഡിലൊക്കെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്, ഡേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവണക്കണ്ണയും പുൽത്തൈലവും കൂടെ ഒരു തുണിയിലെടുത്തിട്ട് ഈ ബെഡിൻ്റെ പുറത്തൂടെയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ബെഡൊക്കെ മാറ്റാറായിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് കൂണ് മാത്രമാണ് കിട്ടിയത്. ഇത്രേ കിട്ടിയുള്ളൂ. ഒരു 150 ഗ്രാം ഉണ്ടാകും. ഇത് നമുക്ക് കടയിലേക്ക് കൊടുക്കാൻ തികയത്തില്ല. ഒരു പാക്കറ്റിനകത്ത് 200 ഗ്രാമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇന്നലെയൊക്കെ നമുക്ക് കൂണുണ്ടായിരുന്നു. 400 ഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കടയിൽ കൊടുത്തിട്ട് അത് സെയിലായില്ല. അത് കാരണം നമ്മളത് റിട്ടേൺ വരുവാണ് ചെയ്തത്. അങ്ങനെ ചില ദിവസമൊക്കെ നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ സെയിലാകാതെ വരുമ്പോൾ അത് റിട്ടേൺ തന്നെ വരും. അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് അധികം കാശ് ചെലവില്ലാതെ നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ റിട്ടേൺ വന്നാലും വലിയ കുഴപ്പമില്ല. ഈ ബെഡ് 3 മാസത്തിൽ കൂടുതലായതാണ്. ഇനി ഇത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇനിയും കുമരകത്തുനിന്ന് വിത്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ പുതിയ റൂമിൻ്റെ കുറച്ചും കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാന് നമ്മൾ പുറത്തു നിന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഫാൻ പുറത്തു നിന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം മഴ പെയ്തപ്പോൾ അത് നനയുന്നത് കൊണ്ട് അത് നമ്മൾ പിന്നെ അകത്തേക്കാക്കി. ഇനി ഇവിടെ നമ്മൾ ഹണിക്കൊമ്പ് പാടും കൂടെ കൊടുക്കണം. അതും കൊടുത്ത് ഇവിടെ ഈ സൈഡിലും പുറത്തേക്ക് 2 ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ റൂമിൽ നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഇപ്പം ബെഡ് ഇട്ടിരിക്കുന്ന ഈ മുറിയിനേക്കാളും തണുപ്പാണ് നമുക്ക് ഈ പുതിയ റൂമിൽ. മുകളിൽ അലുമിനിയം ഫോയിൽ ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാനും വർക്ക് ചെയ്ത് ഇനി നമ്മൾ ഹണിക്കൊമ്പ് പാടും കൂടെ ഈ റൂമിൽ കൊടുത്തു കഴിയുമ്പോൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയ വിത്തെടുത്തിട്ട് നമുക്കിത് കംപ്ലീറ്റ് ഡാർക്ക് റൂമായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.